കലോത്സവം ഇങ്ങനെ പൊടിപൂരമായിട്ട് കൊല്ലത്ത് തകർത്ത് പോവുകയാണ്. അപ്പോൾ കൊല്ലംകാരനായ ഞാൻ കേരള പോലീസിൻ്റെ ശക്തരായ ഉദ്യോഗസ്ഥരോടൊപ്പം ഇവിടെ നിൽക്കുന്നത്. ഒരു പ്രത്യേകതയുണ്ട്, ഇവരെല്ലാം കലാകാരന്മാരാണെന്നുള്ളതാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ പാട്ടും ഡാൻസും, ഇവിടെ വേദി ഒന്നിലുള്ള ഒപ്പനയ്ക്ക് പാട്ടൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. മേഡം എന്താണ്, ഒരു കലാകാരിയാണല്ലേ? കലയോടുള്ള ഇഷ്ടം കൊണ്ടാണ് കൺട്രോൾ റൂം തന്നെ ഡ്യൂട്ടി വാങ്ങിച്ചത്. എപ്പോഴും കാണാമല്ലോ. ഞാൻ വന്നപ്പോഴേ കാണുന്ന ഡാൻസാണ്. അത്രയ്ക്ക് ഡാൻസറാണല്ലേ? അങ്ങനൊന്നുമില്ല, നമ്മുടെ അത്യാവശ്യം ഇത് പാട്ട് കേൾക്കുമ്പോൾ ചുവട് വെച്ചെന്നുള്ളതേ ഉള്ളൂ. മേഡം ഒരു കലാകാരിയാണ്. ഇവിടെ വന്നപ്പോൾ ചുവട് വെക്കുന്നുണ്ട്. മേഡം ജോലിയിലാണോ, തിരക്കിലാണോ? ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അത് നമ്മൾ മുമ്പ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് സമയം കിട്ടുന്നില്ല. ഉള്ളിലൊരു കലാകാരി ഉറങ്ങി കിടപ്പുണ്ട്. ഉണ്ട്, അതിപ്പോ പുറത്തെടുക്കാനുള്ള സമയമില്ല. അപ്പോൾ നേരത്തെ ഒരു പാട്ട് ഡാൻസ് ചുവട് വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ഞാനോടി ഏതായിരുന്നു? ഞാനേതോ നാടൻ പാട്ടോ പാട്ടൊക്കെ പ്രതീക്ഷിച്ചത് കാവാലയ്യോ. പഴയ ഡാൻസർ ആയിരുന്നല്ലേ, പുലിയായിരുന്നല്ലേ? അല്ല, വെറുതെ നിങ്ങൾ ഈ പാട്ടും ബഹളവും കേട്ടപ്പോ അറിയാതെ ഉള്ളിൽ നിങ്ങൾ വന്നതാ. വേറെ ഏതെങ്കിലും പാട്ട്? അരേ വാ, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. കാക്കിയുള്ള കലാകാരി, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. കംപ്ലീറ്റ് പാക്കേജ് ആണല്ലേ മേഡം? ഈ മേഡം ഒരു പാട്ട് പാടിയ 2 സ്റ്റെപ്പ് ഞങ്ങളുടെ ഇടത്തില്ലേ? രണ്ട് ഇരുന്ന് മതി, ഇരുന്ന്. ഓക്കെ, ആ കാവാലയെ അങ്ങോട്ട് പാടി. ആ കാവാല കൈ അടിച്ച് അങ്ങോട്ട് പാടിയാട്ടെ. പാടിക്കോ, പോരട്ടെ പാടിക്കോ. അപ്പോ കാക്കിക്കുള്ളിലെ വലിയ കലാകാരന്മാരോടും കലാകാരികളോടും ഒപ്പം കലോത്സവ നഗരിയിൽ നിന്ന് ആദിത്യരാമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്.